പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर का नाम ऊंचा होने पाया आज. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം സഭയായി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാൻ, വാഴ്ത്തപ്പെട്ട കർത്താവിന് മുഴുവൻ മഹത്വം കരയേറ്റുവാൻ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി एक കരയേറ്റുകയാണ്. और बार परमेश्वर का धन्यवाद करना चाहता हूँ कि परमेश्वर ने पूरे कलीसिया मिलकर हम लोगों को ये एक और अवसर दिया है उसके नाम की ऊंचाई करने के लिए. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ വീണ്ടും ഒരാഴ്ചത്തേക്ക് ഈ ബാംഗ്ലൂർ പട്ടണം കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയിരിക്കുകയാണല്ലോ. पिछले ट्यूसडे से कंप्लीट बैंगलोर के अंदर एक और हफ्ते का लॉकडाउन आरंभ हुआ है. ഭവനങ്ങൾക്കകത്ത് തന്നെ നാം ആയിരിക്കുകയാണ്, വെളിയിലേക്ക് പോകലും ഇറങ്ങുവാൻ കഴിയാതെ. घरों के अंदर ही हम लोग वास कर रहे हैं, बाहर भी ना जाने पाने जैसा. എല്ലായിടത്തും വ്യാപരിച്ചു നിൽക്കുന്ന ഒരു ഭീതിയുടെ ആത്മാവിനെയാണ് നമുക്ക് കാണുവാൻ हर കഴിയുന്നത്. एक जगह पर संचरण करने वाली भय की एक आत्मा को मैं और आप सेंस कर रहे ഇനി हैं. എന്തായി തീരും മുൻപോട്ട് എന്ന് ചിന്തിക്കുന്ന അനേക കുടുംബങ്ങൾ, വ്യക്തികളുണ്ട്. अभी आगे क्या होगा करके चिंता करने वाले कई परिवार हैं, कई व्यक्तियां हैं. വിശ്വാസികൾ മാത്രമല്ല, മുഴുവൻ ലോകത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഈ മഹാരോഗത്തിന് മുൻപിൽ ശാസ്ത്രജ്ഞന്മാർ പോലും പതറി നിൽക്കുകയാണ്. सिर्फ विश्वासिया नहीं मेरे प्रियो, बल्कि ये रोग के सामने इवन टेक्नोलॉजी या साइंस खुद अपना घुटना टेक चुके हैं. നേതാക്കന്മാർക്ക് ഒരു മറുപടി ലഭിക്കുന്നില്ല എന്തായി തീരുമെന്നുള്ളതിന്. नेताओं को कोई उत्तर नहीं मिल रहा कि इसके साथ क्या किया പക്ഷേ जाए. ഇന്ന് പകൽക്കാലവും ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളോട് എനിക്കൊന്ന് പറയുവാനുള്ളത്, എൻ്റെ ദൈവം ഇതിനെല്ലാത്തിനും ഒരു സമാപ്തി വരുത്തും. ഒരു നല്ല കാലം വീണ്ടും ദൈവം നമുക്ക് വരുത്തുമെന്നുള്ളതാണ്. मैं जानता हूं मेरे प्रियो, परमेश्वर इन हर एक बातों के लिए एक पूर्तिकरण, एक समाप्ति जरूर लाया जाएगा. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്. पिछले हफ्ते जब मैं प्रार्थना कर रहा था, परमेश्वर की आत्मा ने बोला वो एक शब्द है. എന്റെ ജനത്തോട് പറയുക, അവരുടെ അകത്ത് തീ കെടുത്തിക്കളയാതെ അതിനെ കത്തിച്ചുകൊണ്ടിരിക്കുക. मेरे जन को बोलो कि उनकी अंदर की आग को भस्म ना होते हुए या ना बुझाते हुए उसको और बढ़ाते रहो. Keep the fire burning എന്ന ശീർഷകത്തിലാണോ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി സംസാരിക്കുവാൻ ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. जो आग परमेश्वर में है उसको जलाते ही रहो, उसको प्रज्वलित करते रहो, उसको बुझने ना दो. यही परमेश्वर की आत्मा आपसे कहना चाहता ദൈവം है. നിങ്ങളുടെ അകത്ത് തന്ന ദൈവത്തെക്കുറിച്ചുള്ള എരിവ്, परमेश्वर ने जो आपके अंदर परमेश्वर के लिए दिया वो जो जलन, ആ പാഷൻ, ആ ഡിസയർ, ആ അനോയിന്റിങ്, ഇതൊന്നും ഈ പ്രതിസന്ധികളുടെ നടുവിൽ കെട്ടുപോകുവാൻ അനുവദിക്കാതെ വീണ്ടും ഇതിനെ കത്തി ജ്വലിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലവും അല്ലെങ്കിൽ ആത്മാവിൽ നിങ്ങൾക്ക് പ്രേരണ നൽകുകയാണ്. वो पैशन जो परमेश्वर ने आपके अंदर परमेश्वर के लिए दिया है उसको प्रज्वलित तौर पे और बढ़ाने पाए करके यही मैं आपसे कहना चाहता हूँ. പലപ്പോഴും നാം ജീവിതത്തിൽ ക്ഷീണിച്ചു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. कई बार जीवन के अंदर हम लोग जो है थक जाते हैं, कई बार हम लोग रूठ जाते हैं. നിശ്ചയമാണ്, എത്ര വലിയ പ്രാർത്ഥന മനുഷ്യനാണെങ്കിൽ പോലും ജീവിതത്തിനകത്ത് ക്ഷണിച്ചു പോകാത്ത, തളർന്നു പോകാത്ത ആരും തന്നെ ഉണ്ടായതായി വിശുദ്ധ വേദപുസ്തകം പോലും ചിത്രീകരിക്കുന്നില്ല. कितने बड़े प्रार्थना वीर क्यों ना हो, लेकिन पवित्र शास्त्र के अंदर से भी हम यही सीखते हैं कि कहीं ना कहीं वो व्यक्ति थक गया जरूर. പക്ഷെ ആ തളർച്ചയുടെ നടുവിലും അവരെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദമുണ്ട്. അതാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ लेकिन കത്തിച്ചിരിക്കുന്നത്. वो थकावट के बीच में भी बलवंत करवाने वाले परमेश्वर के बारे में हम वचन से सीखते हैं मेरे प्रियो. ദൈവത്തിന്റെ വചനം ഒരിക്കലും നമ്മളെ ഭീതിപ്പെടുത്തുന്നതല്ല. परमेश्वर का वचन कभी भी हमें थकाता नहीं है. ദൈവത്തിന്റെ വചനം ഒരിക്കലും നമ്മളെ ഇടിച്ചു കെട്ടുന്നതല്ല. परमेश्वर का वचन कभी भी हमें तोड़ता नहीं है. ദൈവത്തിന്റെ വചനം ഒരിക്കലും നമ്മുടെ ധൈര്യത്തെ കെടുത്തിക്കളയുന്നതല്ല. परमेश्वर का वचन कभी भी हमारे हियाब को कम नहीं करता है. ദൈവത്തിന്റെ വചനം ഒരിക്കലും നമ്മളെ തളർത്തിക്കളയുന്നതല്ല. परमेश्वर का वचन कभी हमें थकाता नहीं है. ദൈവത്തിന്റെ വചനം നമ്മെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, തളർന്നിരിക്കുന്നവരെ അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കുന്ന, ശക്തി പകരുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം. लेकिन परमेश्वर का वचन थके हुए लोगों को बल देकर उनको खड़ा करता है. അതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടി കടന്നുപോയ ഒരു പ്രവാചകനെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ദൈവാത്മാൻ ശരണപ്പെടുകയാണ്. ऐसी एक अवस्था के अंदर रहने वाले भविष्यवक्ता को मैं आपके सामने ले आना चाहता അത് हूँ. മറ്റാരുമല്ല, യിരെമ്യാവ് എന്നൊരു പ്രവാചകനാണ്. वो और कोई नहीं बल्कि यिर्मयाह भविष्यवक्ता है. യിരെമ്യാവ് തന്റെ ശുശ്രൂഷയിൽ മടുത്തുപോയ, ക്ഷീണിച്ചുപോയ, തളർന്നുപോയ, ഭയപ്പെട്ടുപോയ, എനിക്കിനി കഴിയുകയില്ല എന്ന് പറഞ്ഞ ഒരു നിമിഷം യിരെമ്യാവിന്റെ ജീവിതത്തിൽ കടന്നു വരികയുണ്ടായി. मेरे जीवन में मुझसे नहीं होगा, मैं थक गया, मैं नहीं करना चाहता, इस प्रकार की एक अवस्था यिर्मयाह भविष्यवक्ता के जीवन में आया. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥനയിൽ, ശുശ്രൂഷയിൽ, ജീവിതത്തിൽ
മടുത്തുപോയ സാഹചര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടോ എനിക്കിനി കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതോ, നിശ്ചയമായി ഞാൻ ഒന്നാത്മാവിൽ അറിയുന്നു, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിനു ശേഷം ആ തളർച്ചകൾ മാറും, നിരാശകൾ മാറും, ഭീതികൾ മാറും, അല്ലെങ്കിൽ ഡിപ്രഷൻ മാറും. മറിച്ച് ദൈവം നിങ്ങളൊരു പുതിയ വ്യക്തിയായി, പുതിയ ഉന്മേഷത്തോടുകൂടി, പുതിയ ഊർജ്ജസ്വലതയോടുകൂടി വെളിയിൽ കൊണ്ടുവരുന്ന ദിവസമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. मुझसे नहीं होगा, मेरे से ये काम नहीं हो पाएगा करके सोचते हुए थकावट के साथ रहने वाले आप लोगों के जीवन की यदि परमेश्वर की आत्मा आप लोगों को अपना बल देकर आपको खड़ा करेगा करके मैं आपको कहना चाहता हूँ. Yes. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. इसलिए आप लोगों के ध्यान को यिर्मयाह भविष्यवक्ता की पुस्तक 29वीं अध्याय उसकी 9वीं आयत से 11वीं आयत तक ले जाना चाहता हूँ. The book of Jeremiah chapter 20 verse number 9 to 11 നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാമല്ലോ. एक साथ मिलकर पढ़ेंगे. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അതോ എൻ്റെ അസ്ഥികൾ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച തളർന്ന് എനിക്ക് വഹിയാതെയായി, സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പീൻ, ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷെ അവനെ വശത്താക്കാമെന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. इस प्रकार कहता है, यदि मैं कहूं मैं उसकी चर्चा ना करूंगा, ना उसके नाम से बोलूंगा, तो मेरे हृदय की ऐसी दशा होगी मानो मेरी हड्डियों में धड़कती हुई आग हो, और मैं अपने को रोकते रोकते थक गया पर मुझ में सहा नहीं जाता. 10ാമത്തെ വാക്യം കൂടി. मैंने बहुतों के मुंह से अपनी निंदा सुनी है, चारों ओर भय ही भय है. मेरी जान पहचान के सब जो मेरे ठोकर खाने की बात जोते हैं वे कहते हैं उसको दोष बताओ, तब हम उनकी चर्चा फैला देंगे. कदाचित वह धोखा खाए तो हम पर प्रबल होकर उसके बदला लेंगे. परंतु यहोवा मेरे साथ है, वह भयंकर वीर है, समान है, इस कारण मेरे सताने वाले प्रबल ना होंगे. ഇവിടെ യിരെമ്യാവ് കടന്നു പോകുന്ന സാഹചര്യം ഈ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലായി കാണും. यहाँ पर यिर्मयाह गुजरने वाली अवस्था वचन से हम समझ पा रहे हैं. യിരെമ്യാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അമ്മയുടെ ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. यिर्मयाह के बारे में हम जानते हैं कि मां के गर्भ में ही परमेश्वर उसको जाना, परमेश्वर ने उसको अलग किया, उसको नाम लेकर पुकारा और अन्य जातियों के लिए या जातियों के लिए एक भविष्यवक्ता ठहराया. ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ അഭിഷിക്തനായിരുന്നു യിരെമ്യാവ് എന്ന പ്രവാചകന്. छोटी ही उम्र में ही परमेश्वर ने चुना हुआ एक भविष्यवक्ता था यिर्मयाह. അവന്റെ അപ്പനും അമ്മയും അവനെ അറിയുന്നതിന് മുന്നമേ, അവന്റെ അപ്പനും അമ്മയും പേര് വിളിക്കുന്നതിന് മുന്നമേ അവനെ പേര് വിളിച്ച് അമ്മയുടെ ഉദരത്തിൽ വെച്ച് വിശുദ്ധീകരിച്ച് അവൻ ജാതികൾക്ക് പ്രവാചകനാക്കി അപ്പോയിന്റ് ചെയ്ത ആ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മയും അതുപോലെ വിളിച്ചതല്ലേ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുന്നമേ അവൻ നമ്മെ അറിഞ്ഞതല്ലേ? അവൻ പേര് ചൊല്ലി വിളിച്ചതല്ലേ? ആ ദൈവമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. मेरे प्रिय, मां के गोक में ही परमेश्वर उसको जानना, अन्य जातियों के लिए अगर अलगदाई करके ठहराया है तो मैं और आप, हमारा भी जिंदगी इसी प्रकार है ना. अन्य जाति ही रहने वाले समय पर हमारे जीवनों में परमेश्वर ने हमें स्वर्ग से देखा, मां के गर्भ में जब हम थे तो हमें अलगदाई किया, नाम लेके पुकारा और उसके राज्य के लिए हमें ठहराया है. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽക്കാലം സാധാരണക്കാരോടല്ല ദൈവത്തിൽ സംസാരിക്കുമെന്ന് മറിച്ച് ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ച, ദൈവത്തിന്റെ നിർണയം പ്രാപിച്ച, ദൈവത്തിന്റെ വിളി കേട്ടുറങ്ങിയ ഒരു പട്ടം ജനത്തോടാണ് ദൈവാത്മാവിന് ഇന്ന് പകൽക്കാലം സംസാരിക്കുവാനുള്ളത്. मेरे प्रियो, मेरे परमेश्वर को साधारण लोगों से आज बातें नहीं कर रहा, बल्कि एक गुंप के लोग जिसको मेरा परमेश्वर ने बुलाया, ठहराया, नियुक्त किया, ऐसे एक जाति से, ऐसे एक गुंप से मैं बातचीत कर रहा हूँ. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ താങ്കൾക്കും പറയുവാനുള്ളതോ, ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, ആകെ ഭയം എന്നെ ഗ്രസിച്ചിരിക്കുകയാണ്, എന്റെ അസ്ഥികൾ തളർന്നു പോയി, ഇനി എനിക്ക് വായ സംസാരിക്കുവാൻ കഴിയത്തില്ല, അതുപോലെ
പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല, സ്തോത്രം പറയുവാൻ കഴിയുന്നില്ല, അയ്യോ എനിക്കിനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞ തളർന്നു പോയ വ്യക്തിത്വമേ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ സംസാരിക്കുന്നത് താങ്കളോടാണ്. मेरे प्रियो, इतने दिनों में आपने शायद कई बार बोल दिया होगा, मैं थक गया हूं, मुझसे नहीं होगा, मेरे हड्डियां सूख गए हैं, मैं अभी खड़े नहीं हो पाऊंगा, पहले जैसे प्रार्थना नहीं कर पाऊंगा, पहले जैसे काम नहीं कर पाऊंगा. ऐसे बोलने वाले आप ही से परमेश्वर की आत्मा को आज बातें करना है. ഞാൻ നല്ല പ്രവർത്തികൾ ചെയ്ത് ഞാൻ ശുശ്രൂഷിച്ചു, ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ചുറ്റും പകയുള്ളവർ കടന്നുകൂടി എന്നെ തകർത്ത് കളയുവാൻ എന്റെ ചങ്ങാതിമാരൊക്കെ കൂട്ടുകൂടി അവർ എനിക്ക് വലവിരിച്ചിരിക്കുകയാണ്, അവനെ തകർത്ത് കളയാമെന്ന് പ്ലാനിങ് ചെയ്യുകയാണ്. അതിനടുവിൽ ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ്. അയ്യോ എനിക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയത്ത് ഇല്ല എന്ന് പറഞ്ഞ സഹോദര സഹോദരി, ദൈവദാസ, ദൈവത്തിന്റെ ദാസി, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ വീണ്ടും ഉറപ്പിക്കുന്ന പകൽക്കാലമാണ്. मेरे प्रियो, जो आप शायद कहते होंगे यिर्मयाह भविष्यवक्ता की, जैसे कि मैंने जब अच्छा काम किया, परमेश्वर की सेवा जब कर रहा था, उसके बाद जब सुन रहा था, मेरे चारों ओर के लोग, मेरे आस पड़ोस के लोग, मेरे रिश्तेदार, मेरे जानने मानने वाले लोग मेरे को घेर कर मेरे जीवन के अंदर कष्ट क्लेश जब ले आ रहे थे, मेरे बारे में जब बातचीत कर रहे थे, मैं थक गया हूं, मुझसे नहीं हो पाएगा, मैं नहीं कर पाऊंगा करके सोचने वाले, बोलने वाले मेरे प्रिय भाइयों, मेरे बहनों, सेवा करने वाले सेवकों, परमेश्वर को आपसे बातें करना है. ഓ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞു, എന്റെ ചങ്ങാതിമാരൊക്കെയും എന്റെ തകർച്ച കാണുവാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. यिर्मयाह भविष्यवक्ता कहता है कि मेरे मित्र लोग आंखों में तेल डालकर मेरे नाश को देखने के लिए इंतजार कर रहे थे. എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ ചങ്ങാതിമാർ, तुम्हारी गिरने को देखने के लिए इंतजार करने वाले मित्र लोग, തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നതായ ചങ്ങാതിമാർ, टूटने वाली अवस्था को देखने के लिए इंतजार करने എന്നാൽ वाले ഇന്ന് लोग, പകൽക്കാലം ആത്മാവിൽ ഉറപ്പോടെ വിളിച്ചു പറയട്ടെ, അവർ കാണുവാൻ പോകുന്നതിന്റെ തകർച്ചയല്ല, നിന്റെ വീഴ്ചയല്ല, മറിച്ച് നീ വീണ്ടെടുത്തു നിന്ന് വീണ്ടും എഴുന്നേൽക്കുന്ന, സിംഹിയെ പോലെ എഴുന്നേൽക്കുന്ന, മഹാവീരനെ പോലെ എഴുന്നേൽക്കുന്ന ദിവസങ്ങളാണ് ഇതെന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളിലേക്ക് പ്രവചിക്കട്ടെ. लेकिन मेरे प्रियो, जब तुम्हारी नाश को, जब तुम्हारे गिरने को देखने के लिए इंतजार करने वाले लोग, तुम गिरते हुए नहीं देखोगे, बल्कि गिरने वाली अवस्था से खड़े होकर एक शेर के समान, शेर की तरह गरजते हुए वे तुम्हें देखेंगे. Come on, get up, get rid of your tiredness right now. तुम्हारी आलसीपन से आजाद हो जाओ, मुक्त हो जाओ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭീതിയെ ദൈവം മാറ്റട്ടെ. आज तुम्हारे भय को परमेश्वर दूर करे. ശ്രദ്ധിച്ചു കേൾക്കണമേ. ध्यान से सुनिए. യിരെമ്യാവ് പറയുകയാണ്, यिर्मयाह कहता है, ഞാൻ ഇനി മിണ്ടത്തില്ല, मैं अभी नहीं बोलूंगा, ഞാൻ ഇനി അവനെ मैं ഓർക്കത്തില്ല. अभी उसको नहीं കാരണം जानूंगा. അവനെ നിർബന്ധിച്ച് ഈ ഇസ്രായേൽ മക്കളോട് ദൂത് പറയുവാൻ പറഞ്ഞ ദൂതല്ല ഞാൻ പറഞ്ഞു. और जो भी परमेश्वर ने मुझे बोलने के लिए बोला, वो सब मैंने इस्राएलियों को बोला. മുൻപോട്ടൊക്കെ വായിക്കുമ്പോൾ വായിക്കാൻ നീ എന്നെ നിർബന്ധിച്ചാ പറയിപ്പിച്ചതാ. अगर आगे पढ़ेंगे तो आप देख पाएंगे, वो कहता है तुमने मुझे विवश किया. ഞാനത് ഈ ജനത്തോട് വിളിച്ചു പറഞ്ഞു, मैंने लोगों को बोला, പക്ഷെ അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല, लेकिन वे लोग विश्वास करने के लिए तैयार नहीं थे. മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ല. मन पे रावट प्राप्त करने के लिए तैयार नहीं ബാബിലോന്യ थे. നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ബാബിലോന്യ പ്രവാസത്തിൽ നിങ്ങൾ പോകേണ്ടി വരുമെന്ന് അങ്ങ് പറഞ്ഞ വിളിച്ചു പറഞ്ഞു. उस समय पर उन्होंने, यिर्मयाह ने कहा था, अगर तुम नहीं मन फिराओगे तो तुम लोग बाबिलोनियों के हाथों में गुलाम बनकर जाओगे. പക്ഷെ അവരെന്നെ പരിഹസിച്ചു, അവരെന്നെ നിന്ദിച്ചു, നിന്റെ വചനത്തെ തുച്ഛമാക്കി, എന്നിട്ട് എനിക്കെതിരെ അവർ ഗൂഢാലോചനകൾ ഉണ്ടാക്കി എന്നെ തകർത്ത് കളയുവാൻ നോക്കുകയാണ്. उस समय पर मेरे खिलाफ ही वे लोग कई प्रकार के षड्यंत्र रच रहे थे. यिर्मयाह कहता है, അതുകൊണ്ട് ഇനി ഞാൻ മിണ്ടത്തില്ല, इसलिए अभी मैं नहीं ഇനി बोलूंगा, ഞാൻ ഓർക്കത്തുമില്ല. मैं अभी याद भी नहीं പക്ഷെ करूंगा. എന്ന് പറഞ്ഞാലോ लेकिन बोलने से എന്റെ അസ്ഥികൾക്കകത്ത് തീ കത്തുകയാ मेरे हड्डियों में आग जल रहा എന്ന് है. പറഞ്ഞാൽ യിരെമ്യാവ് ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ടോ? यिर्मयाह एक सच्चाई कहता ഞാൻ है, ഇനി മിണ്ടത്തില്ല എന്ന് പറഞ്ഞാലും നാം അടക്കി ഇരിക്കുവാൻ കഴിയത്തില്ല. കാരണമുണ്ട്, എന്റെ അസ്ഥികൾ അവന്റെ വചനം കത്തിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലവും വചനമകത്ത് കത്തുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാ. मैं अभी मुंह नहीं खोलूंगा करके बोलने वाले अवसर पर यिर्मयाह कहता है कि मैं चुप नहीं बैठ सकता. क्यों? क्योंकि मेरे हड्डियों में एक आग जल रहा है. जिन के मुझे सुनने वाले लोगों, अगर हड्डियों में परमेश्वर का वचन जल रहा है, उन लोगों के लिए खुदा का धन्यवाद. Yes, ദൈവത്തിന്റെ വചനമകത്ത് കത്തട്ടെ ഇന്ന് പകൽക്കാലം. परमेश्वर का वचन आपके अंदर जलने पाए. അതെ, അവന്റെ വചനം കേൾക്കുമ്പോൾ ഉള്ളം കത്തുന്ന, ഹൃദയം കത്തുന്ന, ആത്മാവിൽ കത്തലുണ്ടാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാ. परमेश्वर का वचन सुनते सुनते अगर अंदर ही अंदर आपकी आत्मा में एक जलन होती है, आपकी आत्मा में एक आग पकड़ रही है, ऐसे लोगों के लिए खुदा का धन्यवाद. ഹല്ലേലൂയ. हालेलुया. യിരെമ്യാവിന് മാത്രമല്ല ഇതുപോലുള്ള സ്ഥിതികൾ. सिर्फ यिर्मयाह के जीवन में ही नहीं है इस प्रकार की स्थिति. നിങ്ങൾ ഇന്ന് ഇതുപോലെയല്ലേ പറയുന്നത്? क्या आप भी ऐसा नहीं बोल रहे? ആകെ ഭീതി, कंप्लीट भय, ടെൻഷൻ, कई टेंशन, ഡിപ്രഷൻ,
डिप्रेशन। ഇവിടെ യിരെമ്യാവ് ഒരു ഡിപ്രഷനിലായിരിക്കുന്നത്. यिर्मयाह एक समान का डिप्रेशन ഞാൻ में है, ഡിപ്രഷനിലായിരിക്കുന്നു. डिप्रेशन में है। ഇത് ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ 12-ാം അധ്യായത്തിലേക്ക് ദൈവത്തിന്റെ തന്നെ ഒരു ചോദ്യമുണ്ട് യിരെമ്യാവിനോട്. और भी समझना है तो यिर्मयाह भविष्यवक्ता की पुस्तक के 12वीं अध्याय में ही परमेश्वर का एक सवाल है। യിരെമ്യാവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട് 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ. यिर्मयाह से परमेश्वर पूछने वाली एक सवाल है 12:5 में। കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? इस प्रकार उसका 5वीं वाक्य कहता है कि तू जो प्यादों ही के संग दौड़कर थक गया है तो घोड़ों के संग कैसे बराबरी कर सकेगा? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് മുൻപിൽ നീ പതറിപ്പോയാൽ, उसका मतलब है छोटे छोटे विषयों में अगर तुम थक जाने से, ഒരു ജോലി നഷ്ടപ്പെട്ടപ്പോൾ നീ പതറിപ്പോയാൽ, काम नष्ट हुआ कि सोच के अगर तुम नष्ट हो जाने ഒരു से, ബിസിനസ്സിനകത്ത് പരാജയം വന്നപ്പോൾ നീ ഭയപ്പെട്ടു പോയാൽ, നിരാശപ്പെട്ടു പോയാൽ, बिजनेस के अंदर थोड़ा बहुत की प्रॉब्लम आने के कारण अगर तुम डर गए तो, ഒരു മാസത്തെ വാടക കൊടുക്കുവാൻ കഴിയാതെ ആയപ്പോൾ നീ നിരാശപ്പെട്ട് ഡിപ്രഷനിലേക്ക് മാറിയാൽ, 1 महीना रेंट ना देने वाले सामान अगर तुम्हारे जीवन के अंदर आ जाए ऐसी अवस्था तो तुम डिप्रेशन में चले जाते हो। ഒരു പക്ഷേ ഇന്നലത്തേതുപോലെ ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് കഴിക്കുവാൻ വിഭവസമൃദ്ധമായ ഊണില്ലാതെ നീ ഒന്ന് വിഷമിച്ചു പോയാൽ, നിരാശപ്പെട്ടു പോയാൽ, शायद पिछले दिनों में खाने जैसा आज के दिन में घर के अंदर पूर्णता के साथ खाने के लिए भोजन नहीं होगा, लेकिन उसके बीच में अगर तुम निराशा हो जाने ഇത്രയുള്ള से, ചെറിയ വിഷയങ്ങൾക്ക് മുൻപിൽ നീ പരാജയപ്പെട്ടു പോയാൽ, നീ ക്ഷീണിച്ചു പോയാൽ, എങ്ങനെ ഇതിലും വലിയ പ്രശ്നങ്ങളെ നിനക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയും? ऐसे ऐसे छोटे छोटे बातों में, छोटे छोटे विषय में अगर तुम थक जाने से कैसे बड़े बातों में तुम उसके आगे बढ़ सकते हो? ചെറിയ വിഷയങ്ങൾക്ക് മുൻപിൽ നീ പ്രാർത്ഥന കുറച്ചു കളഞ്ഞാൽ, നിരാശപ്പെട്ടു പോയാൽ, ഇനി എനിക്ക് കയ്യെത്തില്ലെന്ന് പറഞ്ഞാൽ, വിശ്വാസ ജീവിതം പോലും വേണ്ട, ഞാൻ മടുത്തു എന്ന് പറഞ്ഞു പോയാൽ, എനിക്ക് ഇനി ജീവിക്കേണ്ട എന്ന് പോലും നീ പറഞ്ഞു പോയാൽ, ഈ ചെറിയ വിഷയങ്ങൾക്ക് മുൻപിൽ ഇതുപോലെ നീ പതറി ഡിപ്രഷൻ ആയി പോയാൽ, ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ നിന്റെ മുൻപിൽ വരുവാനിരിക്കുന്നതേയുള്ളൂ. ആ നേരം നീ എന്തു ചെയ്യുമെന്നാണ് छोटे ചോദ്യം. छोटे विषयों के सामने अगर तुम थक जाने से बड़े विषय जब तुम्हारे सामने आएगा, कैसे तुम उसके आगे बढ़कर उसको जीतोगे? यही इसका मतलब है। Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ആരെങ്കിലും തളർന്നിരിക്കുകയാണോ? इसलिए आज सुबह क्या कोई थका हुआ है? അവർക്കൊരു വചനം വീണ്ടും ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. आप लोगों के लिए एक वचन परमेश्वर की आत्मा कहता है। എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം പറയുന്നു. इब्रानियों की पत्रिका 12वीं अध्याय उसके 12वीं वाक्य कहता है। എബ്രായ ലേഖന അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികൾക്ക് എഴുതാൻ നമുക്ക് നല്ലതുപോലെ അറിയാം. हम जानते हैं कि प्रेरित पौलुस इब्रानियों की पत्रिका इब्रानियों के ईसाइयों के लिए लिखा है। അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് എഴുതാണെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. विश्वास में उन लोगों को याद दिलाने के लिए लिखा है करके हम जानते हैं। എവിടെയോ അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ച് തളർന്നുപോയ സാഹചര്യത്തിലാണോ അവരെ വിശ്വാസത്തിൽ വീണ്ടും ഉറപ്പിക്കേണ്ടതിന് ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതിയത്. कहीं ना कहीं थक जाने वाली इब्रानी विश्वासियों को बलवंत करने के लिए प्रेरित पौलुस ने यह पत्रिका उन लोगों के लिए लिखा है। അതിന്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. उसकी 12वीं वाक्य को ध्यान करें। ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. ആകയാൽ എന്ന് പറഞ്ഞാണ് ഇവിടെ തുടങ്ങുന്നത്. वहां पर यद्यपि करके बोलकर आरंभ करते हैं वो शब्द। 12 की 12 पढ़ने पाए बेटा? हालेलुया. 12 की 12 और 13. എബ്രായർ 12-ന്റെ 12, 13 വാക്യങ്ങൾ പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടി വായിക്കട്ടെ. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ, മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടത് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീൻ. ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ആകയാൽ, इसीलिए यहाँ पर इब्रानियों की पत्रिका उसकी 12वीं अध्याय की 12वीं वाक्य इस प्रकार कहते हैं और मैं समझाते हैं। इसलिए ढीले हाथों और निर्बल घुटनों को सीधा करो और अपने पावों के लिए सीधे मार्ग बनाओ कि लंगड़ा भटक ना जाए पर भला चंगा हो जाए। ढीले हाथ, ढीले हाथों के बारे में, തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും, ढीले हाथ और
निर्बल घुटने। ഇതെന്താ കാണിക്കുന്നത്? क्या दिखाता है? പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നീ മടുത്തുപോയല്ലേ? प्रार्थना करके तुम थक गए, പ്രവർത്തിച്ചു പ്രവർത്തിച്ചു നീ മടുത്തുപോയല്ലേ? काम करके तुम थक गए। എത്ര നല്ല പ്രവൃത്തി ചെയ്താലും നിനക്ക് ഭാരം കിട്ടുന്ന ചീത്തപ്പേരാണ്, അല്ലെങ്കിൽ നിനക്കെതിരെയുള്ള വിമർശനങ്ങളാണ്. कितना भी अच्छा काम तुम क्यों ना करो, लेकिन तुम्हारे खिलाफ सिर्फ बुरे बात ही होते हैं। ഇവിടെ ഇത് ശ്രദ്ധിക്കണമേ. ആകയാൽ എന്ന് പറഞ്ഞാണ് ഈ വാചകം തുടങ്ങുന്നത് തന്നെ. इसलिए करके ये शब्द आरंभ होता है। ആകയാൽ എന്ന് പറയുമ്പോൾ അതിന് മുൻപിലുള്ള കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടി വരും. इसलिए बोलने से इसके पहले कुछ ना कुछ होगा। എന്താണ് ഇതിന്റെ സാഹചര്യം? इसका अवस्था क्या है? ആകെ ഇവർ പെർസിക്യൂഷനിൽ കൂടി കടന്നു പോകുകയാണ്. ये लोग एक प्रकार का परसिक्यूशन से गुजर रहे हैं। വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് ഇവിടെ സ്വത്തുക്കൾ പോലും അപഹരിച്ചു കളയുകയാണ്. विश्वास के लिए ये लोग निकलने के कारण इनके खुद के लोग इनके खिलाफ बातें कर रहे हैं। ഇവിടെ സ്വത്തുക്കൾ പോലും അപഹരിച്ചു കളയുകയാണ്. ये लोग अपने जायदाद भी उसको उनको नहीं चाहिए कर ये सोच कर निकल रहे हैं। ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദൈവിക ഡിസിപ്ലിന്റെ ശിക്ഷണവും ഇവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. इस प्रकार की एक अवस्था के अंदर परमेश्वर का एक डिसिप्लिन, परमेश्वर की शिक्षा के जीवन में आ रहा है। രണ്ടും കൂടി ആയപ്പോൾ ഈ ജനം ആകെ മടുത്തുപോയി. जब दोनों मिल गया तो लोग जो है कंप्लीटली थक गए। ഈ ജനം ആകെ ക്ഷീണിച്ചു പോയി. ये लोग कंप्लीटली थक गए। അവരും നിരാശയിലാണ്, വിശ്വാസത്തിലെ പിന്മാറ്റത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. निराशा में जा चुके हैं ये लोग, विश्वास में पीछे की ओर जा रहे हैं। 10ാമത്തെ അധ്യായമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏകദേശം വിശ്വാസത്തിന്റെ പിന്മാറ്റ അവസ്ഥയിലായി കഴിഞ്ഞു. 10वीं अध्याय में हम समझते हैं कि ये लोग विश्वास में पीछे की ओर चले ഓ गए ഇന്ന് हैं। ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുകയാണ്. परमेश्वर की आत्मा कुछ लोगों से आज शक्ति तौर से बातें करता है। ഇതുപോലെ ആരൊക്കെയോ വിശ്വാസത്തിന്റെ പിന്മാറ്റ അവസ്ഥയിലേക്ക് അറിയാതെ വീണുകൊണ്ടിരിക്കുന്നു. विश्वास और में रक्षक तुम ना मन। जानते हुए पीछे की ओर जा रहे हो। പ്രാർത്ഥന മുടങ്ങിയില്ലേ? प्रार्थना कम हो गया, ആരാധന കുറഞ്ഞില്ലേ? आराधना कम हो गया। പണ്ടുണ്ടായിരുന്ന പോലെയുള്ള ദൈവത്തിന് വേണ്ടിയുള്ള എരിവ് എവിടെയോ കുറഞ്ഞു പോയില്ലേ? परमेश्वर के लिए जो जलन तुम्हारे अंदर तो वो पहले से अभी कम हो गया। എവിടെയോ നിന്റെ അകത്തുണ്ടായിരുന്ന തീ ഒന്ന് കെട്ടുപോയില്ലേ? तुम्हारे अंदर रहने वाली आग बुझ गया। ഓ അങ്ങനെയെങ്കിൽ ഇന്ന് അതിനെ ഊതി കത്തിക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിൻ കാണുകയാണ്. ऐसा है तो परमेश्वर की आत्मा उसको वापस रिन्यू करने वाली एक दर्शन में देखता हूँ। ദൈവാത്മാവിന്റെ ഒരു കാഴ്ച കാണിക്കുന്നു. परमेश्वर की आत्मा मुझे दिखाता है ഒരു സ്വർണ്ണ പീടികയിലെ തട്ടാൻ ഇരുന്നു കൊണ്ട് അല്ലല്ലേ സ്വർണം ആ തീക്കകത്തിട്ട് ഒരു കുഴല് കൊണ്ട് ഊതി ഊതി ആ തീയുടെ ചൂട് കൂട്ടുന്നത് പോലെ അല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് തീ കെട്ടുപോയ കനല് പോലെ കത്തിക്കിടക്കുന്ന ചിലതിനെ വീണ്ടും കത്തിക്കുന്ന ഊതി കത്തിക്കുന്ന ആത്മാവിന്റെ ഒരു ഊതുന്ന കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. मैं आत्मा में एक दर्शन देखता हूँ मेरे प्रियो, एक सोनहार जिस तरह सोने को बनाने के लिए वो आग को फूंक कर उसकी प्रज्वलत तो उसको बढ़ाता है, वैसे ही परमेश्वर की आत्मा थक गई वे कई सारे लोगों के जीवन के अंदर आत्मा की एक आंधी को भेजकर तुम्हारे अंदर बुझ गया वो आग को वापस रिजुवनेट करता है। ഇടങ്ങളിലേക്ക് ഒരു ആത്മാവിന്റെ കാറ്റിറങ്ങി വരികയാണ്. बैठने वाली जगह पर आत्मा की एक आंधी उतरता है। പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുകയാണ്. आत्मा की एक आंधी इस समय पर കെട്ടുപോയ തീക്കൊള്ളികൾ കത്തട്ടെ 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 കത്തട്ടെ. बुझ गया हुआ कोयला जलने दो जलने दो जलने दो। യേശുവിന്റെ നാമത്തിലോ यीशु के नाम से നീ കെട്ടുപോകുവാൻ ശത്രു കാംക്ഷിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കെട്ടുപോകുന്ന ഊതി കത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആത്മാവിൻ ദർശിച്ചുകൊണ്ട് വിളിച്ചു പറയട്ടെ, നിന്റെ അകത്തീ കെട്ടുപോകുവാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. तुम बुझ जाने के लिए जब शत्रु की शक्ति अपने षड्यंत्र को रखते हैं, परमेश्वर की आत्मा तुम्हें बुझ जाने के लिए अनुमति नहीं देगा। മനസ്സേ പ്രാപിക്കുക ഇന്ന് പകൽക്കാലം. प्राप्त करो आज सुबह के समय നിങ്ങൾ पर। ക്ഷീണിച്ചു പോയ മണ്ഡലത്തിലോ तुम थक गए हुए मंडल താഴ്ന്നു में, പോയ മണ്ഡലത്തിലോ थक गए हुए मंडल में, അടുത്തുപോയ മണ്ഡലത്തിലോ जहाँ पर तुम थक ഇന്ന് गए, പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കരം പിടിച്ചടുത്ത മണ്ഡലത്തേക്ക് ഉയർത്തുന്ന കാഴ്ച ആത്മാവൻ ദർശിച്ചുകൊണ്ട് വിളിച്ചു പറയട്ടെ, നീ തകരുകയില്ല, നീ തീർന്നിട്ടില്ല, ഇനിയും ഒരു വലിയ ശുശ്രൂഷ ഒരു വലിയ ഓട്ടം നിനക്ക് മുൻപിൽ ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വിളിച്ചു പറയുകയാ. तुम्हारे हाथों को पकड़कर आत्मा तुम्हें आगे की ओर ले जाते हुए तुम नहीं थक गए, बल्कि तुम्हें बलवंत करने वाली एक हाथों को मैं देखता हूं करके बोलकर तुम थक नहीं गए, तुम ये खत्म नहीं होगा करके बोलकर मैं तुम्हें बढ़ाना चाहता हूं। आ गया इसलिए തളർന്ന കൈകളെ നിവർത്തുവീൻ, ढीले हाथों निर्बल घुटनों सीधे करो, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുവീൻ,
निर्बल घुटनों सीधे करो। യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എബ്രായ ക്രിസ്ത്യാനികൾക്ക് ദൂതെടുത്തെഴുതുവാൻ ആത്മാവ് പൗലോസ് അപ്പോസ്തലനെ यशायाह സഹായിച്ചത്. भविष्यवक्ता के पुस्तक के अंदर से परमेश्वर की आत्मा पौलुस को प्रेरण करता है कि इस प्रकार की एक पत्रिका यहाँ पर लिखने के लिए। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 അധ്യായം മുഴുവനും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. यशायाह भविष्यवक्ता का पुस्तक 35 अध्याय अगर पढ़ेंगे तो हमें समझ में അതിന്റെ आएगा। 3-4 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. उसके 3 और 4 वाक्य इस प्रकार लिखा है। തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവർ ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങൾ രക്ഷിക്കുമെന്ന് പറവീൻ. ढीले हाथों को दृढ़ करो और थरथराते हुए घुटनों को स्थिर करो, घबराने वालों से कहो हिया बांधो, मत डरो, देखो तुम्हारा परमेश्वर बदला लेने के लिए और प्रतिफल देने के लिए आ रहा है। മനോഭീതിയുള്ളവരോട്, ഞാൻ അവിടെ നിൽക്കട്ടെ, 4ാമത്തെ വാക്യം, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ. घबराने वालों से कहो कि हिया बांधो। ഈ മനോഭീതി, സർവത്ര ഭീതി, ഡിപ്രഷൻ, ഇത് തന്നെയല്ലേ ഇരമ്യാവിൽ നാം കണ്ടത്. ये घबराने वाली अवस्था ही हम यिर्मयाह के जीवन में भी देखे ना मेरे प्रियो। ഇത് തന്നെയല്ലേ പുതിയ നിയമ ക്രിസ്ത്യാനായ എബ്രായ ക്രിസ്ത്യാനികൾക്കുണ്ടായത്. यही नए नियम के विश्वासियों के जीवन के अंदर हुआ है। ഇത് തന്നെയല്ലേ പഴയ നിയമ വിശുദ്ധന്മാരായ ഇസ്രായേൽ മക്കൾക്കുണ്ടായത്. यही पुराने नियम के ईसाइयों के जीवन के अंदर हुआ है। അവിടെയെല്ലാം ദൈവാത്മാവരെ താർത്തിക്കൊള്ളുകയായിരുന്നില്ല, മറിച്ചവരെ ബലപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലവും മനോഭീതിയോടുകൂടി ബലം ക്ഷയിച്ച് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ദൈവശബ്ദത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. इसी प्रकार घबराने वाले लोगों को और घबराने वाला परमेश्वर के बारे में नहीं, बल्कि उनको हियाब देकर, उनको बल देकर आगे बढ़ाने वाले परमेश्वर के बारे में कह रहा हूँ। 4ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. 4वीं वाक्य ध्यान करो। മനോഭീതിയുള്ളവരോട് घबराने वालों से ധൈര്യപ്പെടുവീൻ, कहो हियाब बांधो, ഭയപ്പെടേണ്ട. मत डरो। എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഭയത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെതല്ല, പിശാചിന്റെ വകയാ. मेरे प्रियो सुनने वाले मेरे अजीज मित्रों, डरने की जो आत्मा है, डराने वाली आत्मा परमेश्वर की नहीं बल्कि शत्रु की है। പിശാചിന് ഒരു കാര്യം അറിയാം, शैतान एक बात जानता है, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ഭയപ്പെട്ടു പോയാൽ, प्रार्थना करने वाला प्रार्थना वीर अगर डर जाए, വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു വിശ്വാസി ഭയപ്പെട്ടു പോയാൽ, विश्वास के जीवन में आगे बढ़ने वाले विश्वासी अगर डर जाए, ദൈവത്തിന്റെ ശുശ്രൂഷ ധൈര്യത്തോടു കൂടി ചെയ്യുന്ന ഒരു ദൈവഭക്തൻ അധൈര്യപ്പെട്ടു പോയാൽ, परमेश्वर की सेवकाई बिना डरते हुए करने वाला परमेश्वर का भक्त अगर डर जाए, അവനെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് പിശാചിന് അറിയാവുന്നതുകൊണ്ട് അവന്റെ ചരക്കായ ഭീതി, സ്പിരിറ്റ് ഓഫ് ഫിയർ, നമ്മുടെയും നിങ്ങളുടെയും അകത്തിട്ടുകൊണ്ട് അധൈര്യപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മനോഭീതിയുള്ളവരോട്, അധൈര്യപ്പെട്ട് നിൽക്കുന്നവരോട് ആത്മാവിൽ ഞാൻ പ്രവചിക്കട്ടെ, ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ ദൈവം വരികയാണെന്ന് വിടുവിക്കുവാൻ. डर को डालकर तुम्हारे जीवन के अंदर कंप्लीटली नाश करने के लिए शत्रु की शक्तियां जब कामों को करते हैं, मैं आप लोगों से कहना चाहता हूं, परमेश्वर का वचन कहता है घबराओ मत, मत डरो, क्योंकि मैं तुम्हारे साथ हूं। ഇന്ന് പകൽക്കാലം ചില സ്പിരിറ്റ് ഓഫ് ഫിയർ പൊട്ടി മാറട്ടെ. आज कुछ डर की आत्माएं टूटने पाए। യേശുവിന്റെ നാമത്തിൽ അത് ജനത്തെ കബ്ജ ചെയ്ത് അടക്കി വെച്ച, മുന്നോട്ട് വിടാതെ അവരെ പിടിച്ചു കെട്ടി നിർത്തുന്ന മണ്ഡലങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഭയത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാല ടാബർനക്കിൾ സഭയിൽ നിന്ന്, എന്നെ കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് പൊട്ടി മാറട്ടെ. आज कुछ डर की आत्मा यीशु के नाम से, टैबरनेकल कलीसिया से, परिवारों से, लोगों के जीवन से, यीशु नासरी के नाम से टूटने पाए, निकलने पाए, दूर होने पाए। എന്നിട്ട് മുന്നോട്ട് പറഞ്ഞു കേട്ടോ, आगे बढ़ते हुए देखते हैं, ധൈര്യപ്പെടൂ, ദൈവം വരുന്നു हिया बांधो, परमेश्वर आ रहा है। എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരാൻ പോകുന്നു. मतलब परमेश्वर तुम्हारे को प्रतिफल देगा, കുരുട്ടുകണ്ണുകളെ തുറക്കുവാൻ പോകുന്നു, तुम्हारे अंधेपन को दूर करेगा, ചെവിടന്മാരുടെ ചെവി തുറക്കുവാൻ പോകുന്നു, पैरों को कान सुनने जैसा करेगा, മുടന്തൻ മാനിനെ പോലെ ഘോഷിച്ചുല്ലസിക്കുവാൻ പോകുന്നു, लंगड़े जो है एक डियर की तरह आनंदित बनाएगा, ഊമൻ സംസാരിച്ചുല്ലസിക്കുവാൻ പോകുന്നു, गूंगे बातें कर कर आनंदित होगा, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നീരുറവുകളും തുറക്കുവാൻ പോകുന്നു. भूमि के अंदर एक सोता खुलेगा, നിങ്ങളുടെ ദുഃഖവും നെടുവെറുപ്പും മാറി ആനന്ദവും സന്തോഷവും ഉണ്ടാകുവാൻ പോകുന്നു. तुम्हारा
विलाप Yes. तुम्हारा दुख बदलकर आनंद और खुशी का एक वस्त्र पहनवाएगा। യേശുവിൻ നാമത്തിൽ പ്രവചിച്ച് പ്രഖ്യാപിക്കുന്നു, यीशु के नाम से भविष्यवाणी कर रहा हूँ, ഇന്നത്തെ അവസ്ഥകൾ ദൈവം മാറ്റൂ, आज की अवस्था परमेश्वर बदलेगा, ഇന്നത്തെ ദുഃഖം ദൈവം മാറ്റൂ, तुम्हारे दुख को परमेश्वर ഈ बदलेगा, നെടുവീർപ്പുകൾ ദൈവം മാറ്റൂ, तुम्हारे घबराने वाली अवस्था को दूर करेगा, വഴിയില്ലാത്തിടത്ത് ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കൂ, राह ना रहने वाले जगह पर वो खोलेगा निश्चय, നിർജ്ജന പ്രദേശത്ത് ദൈവം നീരുറവുകൾ തുറക്കൂ, निर्जीव अवस्थाओं के अंदर परमेश्वर एक मार्ग खोलेगा, നിന്റെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്ന ശത്രുവിന്റെ മുൻപിൽ ദൈവം നിന്റെ തലയെ ഉയർത്തൂ, तुम्हारी नाश को देखने के लिए इंतजार करने वाले शत्रु के सामने तुम्हारे सर को वो ऊंचा करेगा। 61:7 യെശയ്യാ പറയുന്നത് പോലെ നിന്റെ നാണത്തിന് പകരം അവൻ ഇരട്ടി മാനം നിനക്ക് നൽകും. एशिया 61 उसका साथ जैसा कहता है, Come on. तुम्हारे उस अपमान के बदले Come परमेश्वर on. तुम्हें दुगनी आदर देगा। ശത്രുവിന്റെ മുൻപാകെ അവൻ നിനക്ക് മേശയൊരുക്കും, शत्रु के सामने वो तुम्हारे लिए एक मेज को बिछाएगा, നീ തകർന്നു പോകത്തില്ല, तुम नाश नहीं होंगे, നീ നശിച്ചു പോകത്തില്ല. नाश नहीं होंगे। എന്റെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, മറിച്ച് എന്റെ ദൈവം നശിച്ചു കിടക്കുന്നവരെ ഉദ്ധരിക്കുന്ന ദൈവമാ. परमेश्वर नाश करने वाला परमेश्वर नहीं मेरे, बल्कि मेरा परमेश्वर नाश होने वाले लोगों को खड़ा करता है। അതുകൊണ്ട് ഇന്ന് പകൽക്കാല ആത്മാവിൽ പ്രവചിക്കട്ടെ. इसलिए रात को मैं भविष्यवाणी करूं, Come on, get up, get arise and shine, for the glory of God has come upon you. खड़े हो जाओ और परमेश्वर के लिए प्रकाशित हो। क्यों? क्योंकि परमेश्वर की महिमा तुम पर आ चुका है। കുഴഞ്ഞ കൈകളെ നിവർത്തുവീൻ, ढीले हाथों को सीधा करो, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുവീൻ, ढीले डगमगाने वाले घुटनों को सीधा करो, ധൈര്യപ്പെടുവീൻ, हिया बांधो, ധൈര്യപ്പെടുവീൻ. हिया बांधो। ദൈവം നമ്മെ മറന്നിട്ടില്ല, परमेश्वर नहीं भूला है, ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല, परमेश्वर उपेक्षा नहीं किया है, അവൻ നമ്മോട് കൂടെയുണ്ട്. वो हमारे साथ है, ഒരു മഹാവീരനെ പോലെ. एक महावीर के समान। ഞാൻ യിരെമ്യാവിലേക്ക് തന്നെ വന്ന് നിർത്തുവാൻ यिर्मयाह ആഗ്രഹിക്കുന്നു. में ही आके मैं खत्म करना चाहता हूँ, അതിന്റെ 20-ാം कि അധ്യായത്തിലേക്ക്. 20वीं अध्याय की ओर। അതിന്റെ 20-ാം അധ്യായത്തിന്റെ മുൻപോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ യിരെമ്യാവ് പറയുന്ന പ്രകാരമാണ്, यिर्मयाह उसकी 20 के अंदर इस प्रकार वे और कहते हैं, താൻ പറയുന്നു 15-ാമത്തെ വാക്യം, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. 11वीं आयत में यिर्मयाह कहते हैं, परंतु यहोवा मेरे साथ है, वो भयंकर वीर के समान है। എന്റെ ചങ്ങാതിമാർ പോലും എന്റെ തകർച്ച കാണുവാൻ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ യിരെമ്യാവ് പറയുകയാണ്, യഹോവ എന്നോട് കൂടെയുണ്ട്. मेरे मित्र लोग जब मेरे नाश को देखने के लिए इंतजार कर रहे थे, यिर्मयाह कहते हैं परमेश्वर लेकिन मेरे साथ एक भयंकर वीर के समान है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല, ജയം എനിക്കായിരിക്കും. इस प्रकार लिखा, इस कारण मेरे सताने वाले प्रबल ना होंगे, Yes. वे ठोकर खाकर गिरेंगे। ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, कितने लोग बोलेंगे, എന്റെ यार നാശം കാണുവാൻ കാത്തിരിക്കുന്നവർ, मैं गिरने के लिए इंतजार करने എന്റെ वाले, തകർച്ച കാണുവാൻ मेरी കാത്തിരിക്കുന്നവർ, नष्टता देखने के इंतजार करने ഞാൻ वाले, ശുശ്രൂഷ എല്ലാം മടക്കി കെട്ടി ഇനി ശുശ്രൂഷിക്കരുത് എന്ന് എന്നെ പ്രതി കാത്തിരിക്കുന്നവർ, मैं अभी सेवा नहीं करना करके बोलने वाले, അവരുടെ മുൻപിൽ ദൈവം എന്നെ നിർത്തുവാൻ उनके പോകുന്നു, सामने परमेश्वर मुझे खड़ा करता है, അവരുടെ മുൻപിൽ ദൈവം എന്നെ ഉയർത്തുവാൻ उनके പോകുന്നു, सामने परमेश्वर मुझे खड़ा करता है, അവരുടെ മുൻപിൽ ദൈവം എന്നെ മാനിക്കുവാൻ उनके പോകുന്നു. सामने परमेश्वर मुझे आदर देता है। ഇന്ന് പകൽക്കാലം അതുകൊണ്ട് വിളിച്ചു പറയട്ടെ, इसलिए आज सुबह मैं बोलूं, താങ്കൾ പറയുകയാണോ, മതി, ക്ഷീണിച്ചു, മടുത്തു, തളർന്നു, ഇനി വയ്യെന്ന്? क्या बोल रहे हैं मुझसे नहीं होगा, मैं थक गया, കുടുംബജീവിതം തകർന്നു, മടുത്തു, पारिवारिक जीवन टूट गया, नष्ट हो गया, ഇനി ഒരു നിമിഷം പോലും മുൻപോട്ട് പോകാൻ एक കഴിയത്തില്ല, मिनट भी सामने नहीं बढ़ सकते, നാളെ എന്തായി തീരുമെന്ന് कल എനിക്കറിയത്തില്ല, क्या होगा नहीं मालूम, എന്റെ ജോലി നഷ്ടപ്പെട്ടു, काम नष्ट हो गया, എന്റെ ബിസിനസ് തകർന്നു, बिजनेस नष्ट हो गया, ആകെ ഭീതിയാ, कंप्लीट भय में, ഡിപ്രഷൻ. डिप्रेशन। ഇന്ന് പകൽക്കാലം ഡിപ്രഷന്റെ ആത്മാവിനെ യേശു ശാസിക്കുന്നു. आज वो डिप्रेशन की आत्मा को यीशु डांटता है, ദൈവം നിങ്ങളെ വെളിയിൽ കൊണ്ടുവരുന്നു. परमेश्वर आपको बाहर ले आता है। സഹോദര സഹോദരി, നിങ്ങൾ നശിക്കത്തില്ല, प्रिय भाई प्रिय बहन, तुम नाश नहीं നിങ്ങൾ होंगे, തകരത്തില്ല. तुम नष्ट नहीं होंगे। എന്നെ കേൾക്കുന്ന ദൈവദാസ, നിങ്ങളെ ശുശ്രൂഷ തീർന്നിട്ടില്ല. और सुनने वाले भाइयों बहनों, परमेश्वर की दास तुम्हारी सेवा खत्म ശുശ്രൂഷയുടെ नहीं ഒരു हुआ। പുതിയ ലെവലിലേക്ക് ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ്. तुम्हारी सेवकाई में तुम्हें एक और लेवल आगे बढ़ाता എന്നെ है। കേൾക്കുന്ന ദൈവസഭയെ ചാപണ്ണുക്കളെ ദൈവം അടുത്തൊരു ലെവലിലേക്ക് ഉയർത്തുന്ന ദിവസങ്ങളാണിത്. मुझे सुनने वाले मेरे कलीसिया टैबरनेकल को एक और पड़ाव आगे बढ़ाता है। ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ്വെന്ന് മാത്രമായിരിക്കുന്നതുകൊണ്ട് സഭയ്ക്കകത്തു നിന്ന് ഒരു പട്ടം ചെറുപ്പക്കാരെ ദൈവം അഭിഷേകത്തോടുകൂടി എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റം വരുവാൻ സാധ്യമല്ല.
परमेश्वर की बातें, परमेश्वर की शकारा। वायदा हाँ है तो हाँ ही रहेगा। वैसे ही टैबरनेकल कलीसिया के अंदर से एक गुंप अभिषिक्त नौजवानों को परमेश्वर खड़ा करेगा। अगर ये जब बोलता हूं तो कितने लोग उसको स्वीकार करेंगे? കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ പരിഹാസ വിഷയമായി തോന്നുമായിരിക്കും. പക്ഷേ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, ദൈവം ഈ സഭയ്ക്ക് ഗ്രൗണ്ട് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു വരുന്നതിന് മുന്നമേ അത് ദൈവം നിവർത്തിച്ചിരിക്കും നിശ്ചയം. सुनने वाले लोगों के लिए शायद अतिशोक्ति की बात होगी, लेकिन परमेश्वर की आत्मा ने अगर वायदा किया है कि ये कलीसिया के चारों ओर परमेश्वर बढ़ाएगा, एक ग्राउंड देगा, तो परमेश्वर देगा निश्चय। ഒരു പറ്റം സൈസ് ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ ആദ്യ ദിവസങ്ങൾ എഴുന്നേൽക്കുമെന്ന് ഞാൻ ആത്മാവിൽ വീണ്ടും പ്രവചിക്കട്ടെ. एक गुंप सेवा करने वाले सेवक लोग खड़े होंगे करके जब बोलते हैं तो मैं भविष्यवाणी करता हूं कि होगा। അതുകൊണ്ട് इसलिए എഴുന്നേൽക്കേണ്ട സമയമാണ്. खड़े होने का समय है, തളർന്നിരിക്കാനുള്ള സമയമല്ല. थका हुआ समय नहीं, മതി എന്ന് പറയുവാനുള്ള സമയമല്ല. काफी है करके बोलने वाला समय नहीं, മരിച്ചാൽ മതി എന്ന് പറയുവാനുള്ള സമയമല്ല. मरना काफी है करके बोलने वाला समय नहीं। എന്ന് ദൈവം നിന്നെ ഉയർത്തുന്ന, परमेश्वर आज तुम्हें खड़ा करने वाला, കരം പിടിച്ചുയർത്തുന്ന हाथ पकड़कर खड़ा करने वाला ദിവസമാണ്. दिन है ये। നമുക്ക് കണ്ണുകളടയ്ക്കാൻ क्यों പ്രാർത്ഥിക്കാം. न अपनी आंखों को बंद करे प्रार्थना ഓ സ്വർഗീയ നല്ല ദൈവമേ, करें। हे हमारे स्वर्गीय पिता, ഈ സമയം ഞാൻ ജനത്തിന് വേണ്ടി ये പ്രാർത്ഥിക്കുന്നു. समय मैं अपने लोगों के लिए प्रार्थना യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. यीशु के नाम से हम प्रार्थना ഇന്ന് करते हैं। പകൽക്കാലം അവരെ ഭയപ്പെടുത്തുന്ന, അവരെ ടോർമെന്റ് ചെയ്യുന്ന, അവരുടെ വിശ്വാസ ജീവിതത്തെ പോലും തകർത്തും തളർത്തിയും കളയുന്ന Hallelujah. എല്ലാ പൈശാചിക തന്ത്രങ്ങളും യേശുവിൻ നാമത്തിൽ പൊട്ടിമാറട്ടെ. है हमारे प्यारे परमेश्वर, लोगों को डिप्रेशन की ओर ले जाते हुए उनको थकाने वाली, उनके जीवन के अंदर बार बार उनको सताने वाली हर एक प्रकार की आत्मा दूर होने पाए। യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ചു यीशु के പ്രാർത്ഥിക്കുന്നു. नाम से हम इनको आशीष करके ദൈവസഭ അനുഗ്രഹിക്കട്ടെ. कलीसिया आशीष होने पाए, ഒരു പുതിയ ഉണർവ് एक വ്യാപരിക്കട്ടെ. नया जागृति होने അത് पाए। യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നല്ല പിതാവേ. यीशु मसीह के नाम से ही ജനം ഒരുമിച്ച് പറഞ്ഞട്ടെ कहने ആമേൻ. पाए, आमीन। पिता परमेश्वर का प्रेम, हालेलुया। पुत्र यीशु मसीह की अनुग्रह, निरंतर में चलाने वाला पवित्र आत्मा परमेश्वर की सहभागिता हम सब लोगों के साथ आज से लेकर यीशु मसीह की दूसरे आगमन तक हमेशा और हमेशा होता ही रहेगी। लोग कहे आमीन। बोलो प्रभु यीशु मसीह की जय जय जय। गॉड ब्लेस यू। God bless you.